ഈ വീഡിയോയിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ കൗണ്ടേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം മെയിൻലി അതിൻ്റെ നോട്ട്സാണ്, അതേപോലെ തന്നെ എക്സ്പ്ലനേഷനും. അപ്പോൾ കൗണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സീക്വൻഷ്യൽ സർക്യൂട്ടാണ്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സെറ്റ് ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് കണക്റ്റഡ് ഇൻ എ സ്യൂട്ടബിൾ മാനർ ടു കൗണ്ട് ദ സീക്വൻസ് ഓഫ് ഇൻപുട്ട് പൾസസ് പ്രസൻറ്റഡ് ടു ഇറ്റ് ഇൻ ഡിജിറ്റൽ ഫോം. അപ്പം ഈ ഫ്ലിപ്പ് ഫ്ലോപ്സിലേക്ക് കൊടുക്കുന്ന ക്ലോക്ക് പൾസസിനെ കൗണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ടിനെ ഡിജിറ്റൽ ഫോമിൽ നമുക്ക് തരും. അപ്പം എത്രയാണോ കൗണ്ടിങ് നടന്നിട്ടുള്ളത് അതാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അപ്പം ഇതാണ് കൗണ്ടർ എന്ന് പറയുന്നത്. കൗണ്ടേഴ്സിന് 3 തരത്തിൽ ക്ലാസിഫിക്കേഷൻ നടത്താം: അസിൻക്രണസ് ആൻഡ് സിൻക്രണസ് കൗണ്ടേഴ്സ്, സിംഗിൾ ആൻഡ് മൾട്ടി മോഡ് കൗണ്ടേഴ്സ് ആൻഡ് മോഡ്ലെസ് കൗണ്ടേഴ്സ്. ഈ അസിൻക്രണസ് ആൻഡ് സിൻക്രണസ് കൗണ്ടേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. ദെൻ സിംഗിൾ ആൻഡ് മൾട്ടി മോഡ് കൗണ്ടേഴ്സ്. ഇപ്പോൾ സിംഗിൾ മോഡ് കൗണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അപ്പ് കൗണ്ടിങ് അല്ലെങ്കിൽ ഡൗൺ കൗണ്ടിങ്, ഏതെങ്കിലും ഒന്ന് നടക്കുകയാണെങ്കിൽ നമുക്കതിനെ സിംഗിൾ മോഡ് എന്ന് പറയും. മൾട്ടി മോഡ് എന്ന് പറയുമ്പം ആ ഒരു കൗണ്ടർ 2 ഫങ്ഷനും നടത്തുകയാണെങ്കിൽ, അപ്പ് കൗണ്ടിങ്ങും ഡൗൺ കൗണ്ടിങ്ങും നടത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സർക്യൂട്ടിനെ മൾട്ടി മോഡ് കൗണ്ടേഴ്സ് എന്ന് വിളിക്കാം. ദെൻ മോഡ്ലെസ് കൗണ്ടേഴ്സ്. മോഡ്ലെസ് നമുക്കറിയാം, നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഡിറ്റർമൈൻ ചെയ്യുന്ന ടേമാണ് മോഡ്ലെസ് എന്ന് പറയുന്നത്. അപ്പോൾ മോഡ്ലെസ് കൗണ്ടേഴ്സ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മോഡ് 5 കൗണ്ടർ, മോഡ് 7 കൗണ്ടറൊക്കെ മോഡ്ലെസ് കൗണ്ടേഴ്സിന് എക്സാമ്പിളാണ്. ദെൻ നെക്സ്റ്റ് വൺ ആണ് അസിൻക്രണസ് കൗണ്ടർ. പറഞ്ഞു, അസിൻക്രണസ് കൗണ്ടറും സിൻക്രണസ് കൗണ്ടേഴ്സൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൗണ്ടേഴ്സാണ്. സോ ഡീറ്റെയിൽ ആയിട്ട് അത് നോക്കാനുണ്ട്. ഈ അസിൻക്രണസ് കൗണ്ടേഴ്സിന് തന്നെ റിപ്പിൾ കൗണ്ടർ അല്ലെങ്കിൽ സീരിയൽ കൗണ്ടർ എന്നൊക്കെ വിളിക്കും. അപ്പം അസിൻക്രണസ് കൗണ്ടറാണ് സിംപ്ലസ്റ്റ് ഓഫ് ദി ലോജിക് ഓപ്പറേഷൻസ്. ഇതാണ് സിൻക്രണസും അസിൻക്രണസും കമ്പയർ ചെയ്യുമ്പം സിംപ്ലസ്റ്റ് ആയിട്ടുള്ളതാണ് അസിൻക്രണസ് എന്ന് പറയുന്നത്. ആൻഡ് ഈസ് ദെർഫോർ ഈസിയർ ടു ഡിസൈൻ. നമുക്ക് ഈസിയർ ടു ഡിസൈൻ ആണെന്ന് പറയാം. ഇൻ ദിസ് കൗണ്ടർ ഓൾ ദ ഫ്ലിപ്പ് ഫ്ലോപ്സ് ആർ നോട്ട് അണ്ടർ ദ കൺട്രോൾ ഓഫ് സിംഗിൾ ക്ലോക്ക്. അപ്പം ഇതിൻ്റെ അകത്ത് എല്ലാം കൂടെ സിംഗിൾ ക്ലോക്ക് യൂസ് ചെയ്തിട്ടല്ല കൺട്രോൾ ചെയ്യുന്നത്. ഹിയർ ദ ക്ലോക്ക് പൾസ് ഈസ് അപ്ലൈഡ് ടു ദ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പം ക്ലോക്ക് പൾസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് മാത്രമാണ് കൊടുക്കുക. ആ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നതാണ് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് സ്റ്റേജ് ഓഫ് ദി കൗണ്ടർ. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പുകളെ ട്രിഗർ ചെയ്യുന്നത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട്. അപ്പം ആൻഡ് ദ സക്സസീവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് ട്രിഗേർഡ് ബൈ ദ ഔട്ട്പുട്ട് ഫ്രം ദി പ്രീവിയസ് ഫ്ലിപ്പ് ഫ്ലോപ്പ് വിച്ച് ലിമിറ്റ്സ് ഇറ്റ് സ്പീഡ് ഓഫ് ഓപ്പറേഷൻ. ഇപ്പം സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട് നടന്നാലേ സെക്കൻഡ് വർക്ക് ചെയ്യുള്ളൂ. തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട് വന്നാൽ. അപ്പം ഇങ്ങനെ വരുന്ന കേസിൽ എന്ത് ചെയ്യും? ലിമിറ്റ് ദ സ്പീഡ് ഓഫ് ഓപ്പറേഷൻ ലിമിറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ടൈം എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് പറയാം? ക്യുമുലേറ്റീവ് സം ഓഫ് ദി ഇൻഡിവിജ്വൽ സെറ്റിലിംഗ് ടൈം. അപ്പം സെറ്റിലിംഗ് ടൈം ഓഫ് എ കൗണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും സെറ്റിലിംഗ് ടൈം ആഡ് ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ സെറ്റിലിംഗ് ടൈം ഓഫ് എ കൗണ്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം ഇപ്പോൾ സീരിയലായിട്ടില്ലേ കണക്ട് ചെയ്തിട്ട്, അതുകൊണ്ടാണ് നമ്മളിതിനെ സീരിയൽ കൗണ്ടർ എന്ന് വിളിക്കുന്നത്. The first stage of the counters, the switches first on the application of clock pulse to the first flip flop, and the successive stages changes their states in turn, causing a ripple through effect of the count pulses. ഇപ്പോൾ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ക്ലോക്ക് പൾസ് കിട്ടുന്ന സമയത്ത് വർക്ക് ചെയ്യും. സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ടിനനുസരിച്ചാണ് സെക്കൻഡ് വർക്ക് ചെയ്യുന്നത്. തേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് സെക്കൻഡിനനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഇതൊരു റിപ്പിൾ എഫക്റ്റ് ഉണ്ടാക്കുന്ന ഇതുപോലെയാണ്, കൗണ്ട് പൾസസിൽ റിപ്പിൾ എഫക്റ്റ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നമ്മൾ റിപ്പിൾ കൗണ്ടർ എന്ന് വിളിക്കുന്നത്. ആസ് ദ ട്രിഗേഴ്സ് മൂവ് ത്രൂ ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് ലൈക്ക് എ റിപ്പിൾ മൂവ് ചെയ്യുന്ന പോലെയാണ് കൗണ്ടേഴ്സിൻ്റെ അകത്ത് ഈ വാല്യൂസ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ റിപ്പിൾ കൗണ്ടർ എന്ന് വിളിക്കാം. അപ്പോൾ അസിൻക്രണസ് കൗണ്ടറിനെ സീരിയൽ കൗണ്ടർ എന്നും വിളിച്ചു, റിപ്പിൾ കൗണ്ടർ എന്നും വിളിച്ചു. ദെൻ 2-bit അസിൻക്രണസ് ബൈനറി കൗണ്ടർ. അസിൻക്രണസ് ബൈനറി കൗണ്ടറിൽ ഒരെണ്ണം 2-bit അസിൻക്രണസ് ബൈനറി കൗണ്ടർ. 2-bit അസിൻക്രണസ് ബൈനറി കൗണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്ര കൗണ്ട് ചെയ്യും? 00 2 ബിറ്റ് അല്ലേ. 2 ബിറ്റ് യൂസ് ചെയ്ത് നമുക്ക് എത്ര വരെ കൗണ്ട് ചെയ്യാം?
2 ബിറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 0 0 0 1 ദെൻ 1 0 1 1 ഇത്രയാണ് നമുക്ക് 2 ബിറ്റ് യൂസ് ചെയ്ത് കൗണ്ട് ചെയ്യാൻ പറ്റുക. ദെൻ J0 രണ്ട് ഫ്ലിപ്പ് ഫ്ലോപ്പ് എടുത്തു, FF0യും FF1ഉം. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് J0 K0 Q0 Q0 ബാർ, J0 K0 ഇൻപുട്ട്, Q0 Q0 ബാർ ഔട്ട്പുട്ട്. സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് FF1 ആണ് പേര് കൊടുത്തിട്ടുള്ളത്, J1 K1 ഇൻപുട്ട്, Q1 ഔട്ട്പുട്ട്. രണ്ടിൻ്റെയും ഇൻപുട്ടിലേക്ക് നമ്മൾ കൊടുക്കുന്നത് ഹൈ വാല്യൂ എന്ന് വെച്ചാൽ 1 ആണ് കൊടുക്കുന്നത്. ദെൻ ക്ലോക്ക് പൾസ് നമ്മൾ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് കൊടുക്കുന്നു, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റാണ്. അപ്പോൾ അതിലേക്ക് കൊടുക്കുമ്പോൾ അതിനെ പോസിറ്റീവ് ട്രിഗറിങ്, ഇപ്പോൾ ഇവിടെ സിമ്പിൾ കാണിക്കുന്നുണ്ട്, ഇത് പോസിറ്റീവ് ട്രിഗറിങ് ആണ് ഈ ആരോ മാർക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ Q0 ബാർ എടുത്തിട്ടാണ് സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്കായിട്ട് കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. നമുക്കറിയാവുന്നതാണ് ജെ കെയുടെ ട്രൂത്ത് ടേബിൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ജെയും കെയും ഷോർട്ട് ചെയ്ത് ഹൈയിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ J1 K1, J1ഉം K1ഉം ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് നമുക്ക് എന്താ കിട്ടുക, QN ബാർ. QN ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസൻറ്റ് സ്റ്റേറ്റിനെ ടോഗിൾ ചെയ്യും. ഇപ്പോൾ സപ്പോസ് ഫസ്റ്റ് സ്റ്റേറ്റിൽ ജെയും കെയും 1 ആണെങ്കിൽ പ്രസൻറ്റ് സ്റ്റേറ്റ് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്താവും, 1 ആവും. അടുത്ത ക്ലോക്ക് പൾസിൽ ജെയും കെയും 1 ആണ്, അപ്പോൾ പ്രസൻറ്റ് സ്റ്റേറ്റ് ഇപ്പോൾ അവിടെ 1 ആണ്, അപ്പം എന്ത് ചെയ്യും, ക്ലോക്ക് വരുമ്പം 0 ആവും. ഇപ്പോൾ പ്രസൻറ്റ് സ്റ്റേറ്റ് 0 ആണ്. എഗെയിൻ ക്ലോക്ക് പൾസ് വന്നു, ജെയും കെയും 1 ആണ്, അപ്പോൾ എന്ത് ചെയ്യും, എഗെയിൻ പ്രസൻറ്റ് സ്റ്റേറ്റ് ടോഗിൾ ചെയ്തു. ഇപ്പോൾ പ്രസൻറ്റ് സ്റ്റേറ്റ് 1 ആണ്, വീണ്ടും ക്ലോക്ക് പൾസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്ടാവും, 1 ടോഗിൾ ചെയ്ത് 0 ആവും. ഇങ്ങനെ ടോഗിൾ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതാണ് ജെയും കെയും 1 ആവുന്ന സമയത്ത് പ്രസൻറ്റ് സ്റ്റേറ്റിനെ ടോഗിൾ ചെയ്യാണ്. ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അസിൻക്രണസ് ബൈനറി കൗണ്ടർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പം ഈ അസിൻക്രണസ് ബൈനറി കൗണ്ടർ നമുക്കതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഫിഗർ ഷോസ് എ 2-bit counter connected for asynchronous operation. The clock is applied to the clock input of only the first flip-flop. ഇവിടെ ക്ലോക്കിന് C എന്ന് പറഞ്ഞിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. Of the first flip-flop, FF0, which is always the least significant bit. The second flip-flop, FF1, is triggered by the Q0 bar output of FF0. അല്ലേ, സെക്കൻഡ് ഫ്ലിപ്പ്-ഫ്ലോപ്പ് ട്രിഗർ ചെയ്യുന്നത് ആരാണ്, Q0 bar output of first flip-flop. FF0 changes state at the positive going edge of each clock pulse. അതെന്തുകൊണ്ടാണ്, ഇവിടെ Q0 bar എഗെയിൻ ഇവിടുത്തെ പോസിറ്റീവ് ട്രിഗറിങ് ആണ് ഈ സിമ്പിൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം പോസിറ്റീവ് ട്രിഗറിങ് എന്ന് പറയുമ്പം എവിടെ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ, പോസിറ്റീവ് പൾസിൽ മാത്രമേ, പോസിറ്റീവ് ഗോയിങ് എഡ്ജിൽ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. ബട്ട് FF1 ചേഞ്ചസ് ഓൺലി വെൻ ട്രിഗേർഡ് ബൈ എ പോസിറ്റീവ് ഗോയിങ് ട്രാൻസിഷൻ ഓഫ് Q0 bar output of FF0. Because of the inherent propagation delay through a flip-flop, a transition of the input clock pulse and a transition of Q0 bar output of FF0 can never occur at exactly the same time. Same time നടക്കില്ല, ഒരെണ്ണത്തിൻ്റെ ഔട്ട്പുട്ടിനനുസരിച്ചാണ് അടുത്ത് നടക്കുന്നത്. Therefore, the two flip-flops are never simultaneously triggered, so the counter operation is asynchronous. അതുകൊണ്ടാണ് ഇതിന് asynchronous എന്ന് പറയുന്നത്. അപ്പം നമ്മളതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെ ഉണ്ടാവും, അതിൻ്റെ വർക്കിംഗ് നമ്മൾ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ടൈമിംഗ് ഡയഗ്രാം യൂസ് ചെയ്തിട്ട്. ആ ടൈമിംഗ് ഡയഗ്രാം യൂസ് ചെയ്ത് നമ്മൾ വർക്കിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈമിംഗ് ഡയഗ്രത്തിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റേറ്റ്, ബൈനറി സ്റ്റേറ്റ് സീക്വൻസ് എന്ന് പറയുന്നത്, ട്രൂത്ത് ടേബിളൊക്കെ. അപ്പം നമുക്കറിയാവുന്നതാണ് ക്ലോക്ക് പൾസസ് വരുന്നതിനനുസരിച്ച് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ജെയും കെയും 1, എല്ലാത്തിനും ഫസ്റ്റ് സെക്കൻഡും ജെയും കെയും 1 ആണ്. അപ്പോൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ടോഗിൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും, Q0 ഇനീഷ്യലി Q0യും Q1ഉം മീൻസ് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പും സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പും ഇനീഷ്യലി Q0 0 ആണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പം Q0 ഇനീഷ്യലി 0 ആണ്, അപ്പോൾ Q0 ഇത് ഇവിടെയും 0 ആണ്,
Q1ഉം 0 ആണ്. ഇതല്ലേ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. Q0 Q1. Q0 ബാർ നമ്മൾ എന്ത് ചെയ്യുന്നു, FF1ലേക്ക് കൊടുക്കുന്നു. അപ്പം രണ്ടും Q0 Q1 ഒക്കെ ഇനീഷ്യലി 0 ആണ്. നമ്മുടെ ഫസ്റ്റ് ക്ലോക്ക് പൾസ് വന്നു. ഫസ്റ്റ് ക്ലോക്ക് പൾസ് വരുമ്പം Q0 എന്തായിരിക്കും, 1 ആയിരിക്കും. അപ്പോൾ പോസിറ്റീവ് ട്രിഗറിങ് ആണ്. പോസിറ്റീവ് ട്രിഗറിങ് എന്ന് പറയുമ്പം ക്ലോക്ക് പൾസിൻ്റെ പോസിറ്റീവിലാണ് എവിടെ നമുക്ക് ചേഞ്ച് വരിക, Q0യിൽ ചേഞ്ച് വരും. ദെൻ സെക്കൻഡ് ക്ലോക്ക് പൾസ് വരുന്ന സമയത്ത് എഗെയിൻ എന്ത് വരും, ചേഞ്ച് വരും. അപ്പം 1 എന്നുള്ളത് 0 ആയി. തേർഡ് ക്ലോക്ക് പൾസ് വരുന്ന സമയത്ത് ഇപ്പോൾ Q0 മാത്രമാണ് പറയുന്നത്, 0 എങ്ങോട്ടേക്ക് പോവും, 1 ആവും. ദെൻ ഫോർത്ത് ക്ലോക്ക് പൾസിൻ്റെ പോസിറ്റീവ് ട്രിഗറിങ്ങിൽ എന്തുണ്ടായിരിക്കും, 1 എന്നുള്ളത് 0 ആയിരിക്കും. ദെൻ Q0 ബാർ നമുക്ക് നോക്കുക. Q0 ബാർ എന്ന് പറയുമ്പം Q0നെ നേരെ ഇൻവേർഷൻ എടുത്താൽ പോരെ. അപ്പോൾ ഇവിടെ 1 ആയിരിക്കും. ദെൻ ബാക്കി 0 1 0 1 ഇൻവേർഷൻ വന്നു. ഇനി Q0 ബാറാണ് നമ്മൾ എങ്ങോട്ടേക്ക് കൊടുക്കുന്നത്, FF1ലേക്ക് കൊടുക്കുന്നത്. അപ്പം Q0 ബാറിൻ്റെയും പോസിറ്റീവ് എഡ്ജിലാണ് ട്രിഗറിങ് നടക്കുന്നത്. അപ്പം നമുക്കതിൻ്റെ പോസിറ്റീവ് എഡ്ജ് ഒന്നങ്ങ് മാർക്ക് ചെയ്തിട്ടാണ്. ഇതാണ് Q0 ബാറിൻ്റെ പോസിറ്റീവ് എഡ്ജ്. ഇനീഷ്യലി നമ്മുടെ Q1 എന്ന് പറയുന്നത് 0 ആണ്. എപ്പോഴാണ് 0, Q0 ബാറ് പോസിറ്റീവിലേക്ക് പോകുന്ന സമയത്താണ് Q1 ചേഞ്ച് വരിക. അപ്പോൾ ഇവിടെ ചേഞ്ച് വന്നില്ലേ. ദെൻ അടുത്ത ചേഞ്ച് എപ്പോഴാണ് വരിക, Q0 ബാറിൻ്റെ അടുത്ത പോസിറ്റീവ് ട്രാൻസിഷനിൽ. അപ്പോൾ ഇവിടെ എന്ത് വന്നു, ചേഞ്ച് വന്നു. നമുക്ക് വാല്യൂസ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കുക. Q0 Q1 ആണ് നമ്മുടെ ഔട്ട്പുട്ട്. 0 0, ദെൻ ഇവിടെ 0 1, ദെൻ ഹിയർ 0 1, ഹിയർ 1 1 0 0. അങ്ങനെയല്ലേ വരിക. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് Q0 എന്ന് പറയുന്നതാണ് നമ്മുടെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. കാരണം എന്താണ്, അതിലേക്കാണ് നമ്മൾ ക്ലോക്ക് കൊടുക്കുന്നത്. നോക്കിയേ, 0 0 0 1, 0 1 ഇതല്ലേ ലീസ്റ്റ്. ദെൻ 1 0, അപ്പോൾ ഇതല്ലേ ലീസ്റ്റ് വരുന്നത്. 1 1 ലീസ്റ്റ്. 1 അഗെയിൻ 0 0. ഇനീഷ്യലി നമ്മുടെ വാല്യൂ 0 0 ആണ്. ഫസ്റ്റ് ക്ലോക്ക് പൾസ് കൊടുത്തപ്പോൾ എന്തായി, 0 1 ആയി. സെക്കൻഡ് ക്ലോക്ക് പൾസ് കൊടുത്തപ്പോൾ 1 0. തേർഡ് ക്ലോക്ക് പൾസ് കൊടുത്തപ്പോൾ 1 1. ഫോർത്ത് ക്ലോക്ക് പൾസിൽ അത് 0 0. മീൻസ് അതെന്ത് ചെയ്തു, റീസൈക്കിൾ ചെയ്തു. വീണ്ടും ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്താണ്, ഇവിടെ ആകെ 2 ഫ്ലിപ്പ് ഫ്ലോപ്പേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 2 ബിറ്റ് കൗണ്ടറാണ്, 2 ബിറ്റ് അസിൻക്രണസ് കൗണ്ടറാണ്. അപ്പോൾ 2 ബിറ്റിനും മാക്സിമം 0 1 2 3 വരെ കൗണ്ട് ചെയ്യുള്ളൂ. ദെൻ നമുക്കിതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്ന് നോക്കാം. Applying 4 clock pulses to FF0. Both flip-flops are connected for toggle operation. നമ്മൾ 4 ക്ലോക്ക് പൾസും കൊടുക്കുന്ന ഏതിലേക്കാണ്, FF0ക്കാണ്. ബോത്ത് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആർ കണക്റ്റഡ് ഫോർ ടോഗിൾ ഓപ്പറേഷൻ. ടോഗിൾ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ജെയും കെയും 1 ആവുന്നതാണ് ടോഗിൾ ഓപ്പറേഷൻ. ആൻഡ് ഇനീഷ്യലി റീസെറ്റ്. നമ്മൾ Q0യും Q1ഉം ഒക്കെ റീസെറ്റ് ആക്കി വെച്ചു, എന്ന് വെച്ചാൽ ലോ ആക്കി വെച്ചു. ദ പോസിറ്റീവ് ഗോയിങ് എഡ്ജ് ഓഫ് ക്ലോക്ക് 1 എന്ന് പറയുമ്പോൾ ക്ലോക്ക് പൾസ് 1. ഇവിടുത്തെ ക്ലോക്ക് പൾസ്, ക്ലോക്കിന് നമ്പർ ഇട്ടുണ്ട് 1 2 3 4. അതാണ് ഈ ക്ലോക്ക് 1 ഉദ്ദേശിക്കുന്നത്. ക്ലോക്ക് പൾസ് 1 കോസസ് ദ Q0 ഔട്ട്പുട്ട് ഓഫ് FF0 ടു ഗോ ഹൈ. പോസിറ്റീവ് എഡ്ജിൽ ഫസ്റ്റ് ക്ലോക്ക് പൾസിൻ്റെ പോസിറ്റീവ് എഡ്ജിൽ എന്ത് വരും, Q0ൻ്റെ ഔട്ട്പുട്ട് ഹൈ ആവും. അറ്റ് ദ സെയിം ടൈം Q0 ബാർ ഔട്ട്പുട്ട് ഗോസ് ലോ. നമുക്കറിയാം. But it has no effect. Q0 bar low ആണ്, so it has no effect on FF1 because a positive going transition must occur to trigger the flip-flop. പോസിറ്റീവ് ഗോയിങ് ട്രാൻസിഷനിൽ അവിടെ ട്രിഗറിങ് നടക്കുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ നടന്നിട്ടുള്ള എന്താണ്, ഈ സമയത്ത് Q0 ബാർ 0 ആണ്. പോസിറ്റീവ് ട്രാൻസിഷനിൽ നടന്നിട്ടുള്ളത് നെഗറ്റീവ് ട്രാൻസിഷനാണ്. അപ്പം ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, ഇതില്ലേ ഇവിടെ Q0 0 1 ആയി. പക്ഷേ Q0 ബാർ എന്ന് പറയുമ്പോൾ 1 0. അപ്പം നെഗറ്റീവ് ട്രാൻസിഷനാണ് അവിടെ നടന്നത്. അപ്പോൾ എന്ത് ചെയ്യും, നെഗറ്റീവ് ട്രാൻസിഷൻ. ദ സെയിം ടൈം Q0 ബാർ ഔട്ട്പുട്ട് ഗോസ് ലോ, ബട്ട് ഇറ്റ് ഹാസ് നോ എഫക്റ്റ് ഓൺ FF1 ബിക്കോസ് എ പോസിറ്റീവ് ഗോയിങ് ട്രാൻസിഷൻ മസ്റ്റ് occur to trigger the flip-flop. After the leading edge of clock 1 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, Q0 1ഉം Q1 0. The positive going edge of clock 2, അടുത്ത സെക്കൻഡ് ക്ലോക്ക് വന്നു. ആ സമയത്ത് എന്താവും, Q0 ലോ ആവും. ആദ്യം 1 ആയിരുന്നു, ലോ ആയി. Q0 go low.
Q0 ബാർ എന്താവും ഹൈ ആവും. Q0 ബാർ ഹൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻഡ് ട്രിഗർ FF1 കോസിങ് Q1 ടു ഗോ ഹൈ. ആ സമയത്ത് Q1 എന്താവും ഹൈ ആവും, കാരണം അവിടെ പോസിറ്റീവ് ട്രിഗറിങ് വന്നു, അപ്പോൾ ഹൈ ആവും. ആഫ്റ്റർ ദ ലീഡിങ് എഡ്ജ് ഓഫ് ക്ലോക്ക് 2 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് Q00യും Q1 1ഉം അല്ലേ. Q00യും Q1 1ഉം ആണ് ലീഡിങ് എഡ്ജ് ഓഫ് ക്ലോക്ക് 2. ഈ ഒരു പോർഷനല്ലേ വരുന്നത്. ലീഡിങ് എഡ്ജ് ഓഫ് ക്ലോക്ക് 2ന് ശേഷം Q0 എന്താണ് 0യും Q1 1ഉം ആണ് വരുന്നത്. ദെൻ പോസിറ്റീവ് ഗോയിങ് എഡ്ജ് ഓഫ് ക്ലോക്ക് 3 വന്നാൽ എന്താ ഉണ്ടാവുക, കോസസ് Q0 ടു ഗോ ഹൈ എഗെയിൻ. 0 എഗെയിൻ ടോഗിൾ ചെയ്ത് ഹൈ ആവും. അപ്പോൾ ഔട്ട്പുട്ട് Q0 ബാർ ഗോസ് ലോ ആൻഡ് ഹാസ് നോ എഫക്റ്റ് ഓൺ FF1. Q0 ബാർ ലോ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് FF1ൽ എഫക്റ്റ് നടക്കുന്നില്ല. ദസ് ആഫ്റ്റർ ദ ലീഡിങ് എഡ്ജ് ഓഫ് ക്ലോക്ക് 3യുടെ ലീഡിങ് എഡ്ജിന് ശേഷം എന്താ ഉണ്ടാവുന്നത്, ക്ലോക്ക് 3 കഴിഞ്ഞാൽ Q01ഉം Q1 1ഉം ആണ് വരുന്നത്. ദ പോസിറ്റീവ് ഗോയിങ് എഡ്ജ് ഓഫ് ക്ലോക്ക് 4 ഗോസസ്. ക്ലോക്ക് 4 വന്നിട്ടുണ്ടെങ്കിൽ എന്താ Q0 ലോ ആവും. ആ സമയത്ത് Q0 ബാർ ഹൈ ആവും ആൻഡ് ട്രിഗേഴ്സ് FF1 കോസിങ് Q1 ടു ഗോ ലോ. Q1 എന്തായി ലോ. ആഫ്റ്റർ ദ ലീഡിങ് എഡ്ജ് ഓഫ് ക്ലോക്ക് 4 Q00 ആൻഡ് Q1 1. The 2-bit counter exhibit 4 different states ആണ് ഇവിടെ വന്നത്. അപ്പം ഇതൊക്കെ നമുക്ക് ഇവിടെ 4 different states. The 2-bit counter exhibit 4 different states with 2, ഇത്രയും വേണ്ട, with 2 flip-flops. The 2 flip-flops with 2 raised to 2 equal to 4. ഇപ്പോൾ 2 flip-flops യൂസ് ചെയ്യുമ്പോൾ 2 raised to 2 equal to 4. 3 flip-flops ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും, 2 raised to 3 equal to 8. 8 സ്റ്റേറ്റ്സ് അല്ലേ വരുന്നത്. 0 1 2 3 4 5 6 7. 0 to 7 വരെ ആകുമ്പോൾ 8 സ്റ്റേറ്റ്സ് വരും. The 4th pulse it recycles to its original state. 4th pulse വരുന്ന സമയത്ത് ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് റീസൈക്ലിംഗ് നടക്കുകയാണ്. Q00 ആൻഡ് Q1 0. The term recycle it refers to the transition of the counter from its final state back to the original state. റീസൈക്കിൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫൈനൽ സ്റ്റേറ്റിൽ നിന്ന് ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഇതാണ് 2-bit അസിൻക്രണസ് കൗണ്ടറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഇപ്പോൾ 2-bit അസിൻക്രണസ് ബൈനറി കൗണ്ടർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ വേണം, ആദ്യം അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം, ദെൻ എക്സ്പ്ലനേഷൻ, ദെൻ ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കണം, അതിൻ്റെ എക്സ്പ്ലനേഷൻ ആൻഡ് ട്രൂത്ത് ടേബിൾ. ഇത്രയാണെങ്കിലാണ് 2-bit അസിൻക്രണസ് ബൈനറി കൗണ്ടർ കംപ്ലീറ്റ് ആവുക.